പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, 2 കൊറിന്തോസ് 5:15 വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നു, ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങൾക്ക് വേണ്ടി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവനു വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. നമ്മുടെ രക്ഷയ്ക്കായി യേശു കുരിശിൽ ജീവൻ ബലിയർപ്പിക്കുകയും ഉത്ഥാനം ചെയ്ത് പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യുന്നു. നാം നമ്മുടെ സ്വന്തമല്ല, യേശുവിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അതിനാൽ നാം ഇനിയും നമുക്ക് വേണ്ടി ജീവിക്കാതെ നമുക്ക് വേണ്ടി മരിച്ച യേശുവിന് വേണ്ടിയാണ് നാം ജീവിക്കേണ്ടത്. എങ്ങനെയാണ് നാം യേശുവിന് വേണ്ടി ജീവിക്കേണ്ടത്? നാം സുവിശേഷമാകുകയും സുവിശേഷം ഏകുകയും ചെയ്യുന്നവരായി മാറണം. യേശുവിൻ്റെ വചനങ്ങൾ സ്വീകരിച്ച് ദൈവഹിതപ്രകാരം നാം ജീവിക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ സുവിശേഷമാകുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതം വഴി മറ്റുള്ളവരിലേക്ക് യേശുവിൻ്റെ സന്ദേശങ്ങൾ കൈമാറുന്നതുകൊണ്ട് നാം സുവിശേഷം ഏകുന്നവരായി മാറുകയും ചെയ്യുന്നു. ഏകുക എന്നാൽ കൊടുക്കുക എന്നർത്ഥം. യേശുവിൻ്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരായി നാം മാറുകയും ചെയ്യും. അതാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത്, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. നാം നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ചിന്തിക്കുമ്പോൾ യേശുവിൻ്റെ സ്വഭാവത്തിലേക്ക്, ദൈവവചനത്തിലേക്ക് നാം മാറിയിട്ടുണ്ടോ എന്ന് ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ്. യേശു പറയുന്നുണ്ട്, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് എത്തുന്നില്ല എന്ന്. പിതാവ് എന്താണ് ചെയ്തത്? റോമ 8:32 നാം കാണുന്നുണ്ട്. ദൈവസ്നേഹത്തിൻ്റെ പാരമ്യമാണ് അവിടെ നാം കാണുന്നത്. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും ദാനമായി നമുക്ക് നൽകാതിരിക്കുമോ? അത് ദൈവത്തിൻ്റെ വലിയൊരു വാഗ്ദാനമാണ്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തരും. നാം ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയുമാണ് അന്വേഷിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? മറ്റുള്ളവരെ സ്നേഹിക്കാനും അംഗീകരിക്കാനും അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ സഹോദരങ്ങളെ യേശു നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ നമ്മിലൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. നാം പഴയ മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ നമ്മിൽ രൂപാന്തരീകരണം നടന്നിട്ടില്ല, മാറ്റങ്ങളൊന്നും നടന്നിട്ടില്ല, മാനസാന്തരം ഉണ്ടായിട്ടില്ല, അനുതാപം ഉണ്ടായിട്ടില്ല. മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഇതെല്ലാം വളരെ പ്രയാസമായിട്ട് നമുക്ക് തോന്നാം. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം നമുക്ക് സാധിക്കും. അതിന് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് നാം നിരന്തരം പ്രാർത്ഥിക്കേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.